ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജയ റെജി മത്തായി, സൈക്കാട്രിക് നേഴ്സ് പ്രാക്ടീഷണറായിട്ട് ടെക്സസിൽ ജോലി ചെയ്യുന്നു. ഇന്ന് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും ഒരു ട്രീറ്റ്മെൻറ്റ് പർപ്പസിനായിട്ട് ഉപയോഗിക്കരുത്. ഞാൻ ഇപ്പം നാട്ടിൽ പോയിട്ട് വന്നതേ ഉള്ളൂ. നമ്മുടെ നാട്, ആ നാട്ടിൻ പുറം ഗ്രാമപ്രദേശങ്ങളൊക്കെ ഇപ്പോഴും അതിൻ്റെ ആ തനതായ തനിമ, സൗന്ദര്യം ഒക്കെ ഒരു ഒരു പരിധിയിൽ കൂടുതലായിട്ട് തന്നെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. വളരെ മനോഹരമാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിൻപുറം കാണാനായിട്ട്. അപ്പോൾ അതേപ്പറ്റിയുള്ള വീഡിയോ ഒക്കെ ഞാൻ പുറകാലെ നിങ്ങൾക്ക് ഇടുന്നതായിരിക്കും. പക്ഷേ ഇപ്പോൾ ഞാൻ അതിനു വേണ്ടിയല്ല നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനായിട്ടാണ്. അതായത് നമ്മുടെ നാട്ടിൻപുറം അതിൻ്റെ ആ ഗ്രാമീണ സൗന്ദര്യം നിലനിർത്തുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ ഒട്ടുമിക്കവാറും എല്ലാ പ്രദേശങ്ങളിലും കാണാം. ആ പട്ടണത്തിൽ കിട്ടുന്ന പല സാധനങ്ങളും നമുക്കിപ്പം നാട്ടിൻപുറങ്ങളിൽ ഈസി ആയിട്ട് അവൈലബിളാണ്. അത് ഒരു പരിധിവരെ വളരെ നല്ല കാര്യമാണ്, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി. പക്ഷേ അതോടൊപ്പം തന്നെ ഞാൻ വളരെ പ്രധാനമായിട്ട് നോട്ട് ചെയ്തൊരു കാര്യമാണ്, ഇപ്പോൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ മയക്കുമരുന്ന് വളരെയധികം സുലഭമായിട്ട് ലഭിക്കുന്നു. ഇത് ഞാൻ എങ്ങനെ പറയുന്നു എന്നല്ലേ, ഇപ്പോൾ പോയ വെക്കേഷനല്ല, അതിനു മുമ്പ് ഒരു 6 മാസം മുമ്പ് ഞാൻ വെക്കേഷന് നാട്ടിൽ പോയപ്പോൾ എൻ്റെ പേരൻസ് സിക്കായതുകൊണ്ട് ഞാൻ മിക്കവാറും ഒരു വർഷം 2-3 പ്രാവശ്യം നാട്ടിൽ പോകാറുണ്ട്. അപ്പം ഞാൻ ഈ സൈക്കാട്രിക് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എന്നെ പല സ്കൂളിൽ നിന്നും വിളിക്കാറുണ്ട് പിള്ളേർക്ക് ഒരു മാനസിക ആരോഗ്യത്തെപ്പറ്റി ഒരു അവലോകനം, ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ എനിക്കൊരു സ്കൂളിൽ കുട്ടികളെ, കുട്ടികളെന്ന് പറഞ്ഞാൽ അവർ സ്പോർട്സ് മത്സരത്തിന് പങ്കെടുക്കുന്ന കുട്ടികളായിരുന്നു. അപ്പോൾ അവർക്ക് ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തെപ്പറ്റിയും അതിൻ്റെ ദൂഷ്യഫലത്തെപ്പറ്റിയും ഒരു ക്ലാസ് എടുക്കാൻ എന്നോട് ടീച്ചേഴ്സ് ആവശ്യപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഞാൻ ക്ലാസ് എടുക്കാൻ പോയി. അപ്പോൾ എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, നമ്മുടെ നാട്ടിൻപുറത്തെ കുട്ടികൾക്ക് വളരെ നന്നായിട്ട് ഓരോ മയക്കുമരുന്നിൻ്റെ പേരുകൾ, അതെങ്ങനെ ഉപയോഗിക്കുന്നു, ഇതൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞത് എന്നെ വളരെ അത്ഭുതപ്പെടുത്തി. കാരണം അത് അത്ഭുതം എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷകരമായ ഒരു കാര്യമല്ല, അതോടൊപ്പം എനിക്ക് വളരെ വിഷമവും തോന്നി. കാരണം ഞാനൊക്കെ വളർന്ന സമയത്ത് ഒരു തലമുടിയൊക്കെ വളർത്തി ഒരാൾ പോയാൽ അയാൾ ഈ ലോകത്തിലല്ല എന്നുള്ള മട്ടിൽ പോകുമ്പോൾ സ്വാമി പോകുന്നു, കഞ്ചാവാണ്, അല്ലെങ്കിൽ ഒരാൾ അവനോ ഭയങ്കര തണ്ണിയാണ്, കുടിയനാണ്, ഈ 2 കാര്യങ്ങളെ ഞാൻ കേട്ടിട്ടുള്ളൂ. മറ്റു പല പേരുകളും ഞാൻ കേട്ടിട്ടില്ല. ഇത് എൻ്റെ കാര്യം. പക്ഷേ അതുമാത്രമല്ല, ഞാനിപ്പോൾ ഇവിടെ അമേരിക്കയിൽ വന്നിട്ട് പോലും ഞാൻ വന്ന സമയങ്ങളിൽ ഇപ്പം സൈക്കാട്രിക് ഫീൽഡിലായതുകൊണ്ടും കുട്ടികളെ കാണുന്നുണ്ട്, മുതിർന്നവരെ കാണുന്നുണ്ട്, ഡ്രഗ് അബ്യൂസിനെ കാണുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒട്ടുമിക്കവാറും ഇങ്ങനെ ഉപയോഗിക്കുന്ന മരുന്നുകളുടെ പേരുകളൊക്കെ പരിചയമുണ്ട്. അല്ലെങ്കിൽ ഇപ്പം ഇത് എൻ്റെ പോലെ തന്നെ സൈക്കാട്രിക് ഫീൽഡിലല്ലാതെ വർക്ക് ചെയ്യുന്ന പലർക്കും ഇങ്ങനെയുള്ള പല മരുന്നുകളുടെയും പേരുകൾ പോലും അറിയത്തില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് MDMA എന്ന് പറഞ്ഞപ്പോൾ, അതായത് അവൾ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, MDMA എന്താണ് എന്നാണ് എന്നോട് ചോദിച്ചത്. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾ, ഞാൻ അങ്ങോട്ട് പറയുന്നതിന് മുമ്പ് തന്നെ MDMA, സ്പീഡ്, മോളി, ഇങ്ങനെ ഒരു നീണ്ട നിര പറഞ്ഞപ്പോൾ സത്യത്തിൽ ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു, നമ്മുടെ കേരളം സാക്ഷരതയിൽ 100% നിൽക്കുന്ന കേരളം, എന്തിലാണ് നമ്മൾ സാക്ഷരത നേടിയിരിക്കുന്നത്? നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണോ 100% നമ്മൾ അവരെ, എഡ്യൂക്കേഷനല്ല, 100% ഇങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടാണോ നമ്മൾ അവരെ എക്സ്പോസ് ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ ഇന്ന് എവിടെയാണ് നിൽക്കുന്നത്? ഇങ്ങനെ പറയുമ്പോൾ ഒരു പറ്റം മയക്കുമരുന്നിനെ പറ്റി പറയുമ്പോൾ തന്നെ പല കാര്യങ്ങളുണ്ട്. അതായത് കഞ്ചാവുണ്ട്, ഹെറോയിൻ ഉണ്ട്, അതുപോലെ തന്നെ നമുക്കറിയാം MDMA ഉണ്ട്, അങ്ങനെ LSD ഉണ്ട്, മഷ്റൂം ഉണ്ട്, അങ്ങനെ നീണ്ട ഒരു നിരയുണ്ട്. അപ്പം ഈ പല മയക്കുമരുന്നുകളും പല രീതിയിലാണ് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ബ്രെയിനെയും നമ്മുടെ ശരീരത്തെയും അഫക്റ്റ് ചെയ്യുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇപ്പം ഏറ്റവും പ്രധാനമായിട്ടും ഞാൻ കേൾക്കുന്ന പേര് MDMAയുടെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക്
MDMAയെ പറ്റി. അത് MDMA നമ്മൾ കുട്ടികളോട് പറയും മയക്കുമരുന്ന് എടുക്കരുത് എടുക്കരുത് എടുക്കരുത്. പക്ഷെ നമ്മൾ എടുക്കരുത് എന്ന് പറയുന്നതിലുപരി അവരെ കൊണ്ട് തന്നെ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് നമ്മളിത് എടുക്കരുത് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത്. നിങ്ങളുടെ പൈസ പോകും, അതല്ല. പൈസയേക്കാൾ ഉപരിയായിട്ട് ഒരു നിമിഷം നിങ്ങൾ എടുത്തു കഴിഞ്ഞിട്ട് അഡിക്റ്റ് ആകുമായിരിക്കും. ഇതിനേക്കാളൊക്കെ വലിയ കാര്യങ്ങളാണ് ഈ മെഡിസിൻ. ഇങ്ങനെയുള്ള മരുന്നുകൾ എടുത്താൽ അതായത് നമ്മുടെ ജീവിതം തന്നെ ഇല്ലാതെയാകും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ഒരു രാജ്യത്തെ നശിപ്പിക്കണമെങ്കിൽ അവിടുത്തെ ചെറുപ്പക്കാർക്ക് ഈ മയക്കുമരുന്ന് അങ്ങ് വെറുതെ കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട, ഒരു രാജ്യം മൊത്തം നശിച്ച് നമുക്ക് കാണാൻ പറ്റും. അപ്പം നമ്മൾക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ്. അപ്പം ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത് നിങ്ങളോട് MDMAയെ പറ്റി സംസാരിക്കാനാണ്. MDMA മിഥൈൽ ഡിയോക്സി മെത്ത് അംഫിറ്റാമിൻ. ഇത് കംപ്ലീറ്റ്ലി സിന്തറ്റിക് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു മയക്കുമരുന്നാണ്. അപ്പോൾ ഇതേപ്പറ്റി പറയുമ്പം ഇതിനകത്ത് അതായത് നമ്മൾക്കറിയാം മയക്കുമരുന്നിനെ പറ്റി പറയുമ്പോൾ നമ്മളെപ്പോഴും ഓർക്കുമോ മയക്കുമരുന്ന് കിട്ടി നമ്മൾ ഒത്തിരി എനർജറ്റിക്കായി അല്ലെങ്കിൽ ഒരുത്തൻ മയങ്ങിക്കിടക്കുന്നു. ഈ മരുന്ന് MDMA എന്ന് പറയുമ്പം ഇതിനകത്ത് 2 കണ്ടൻ്റാണുള്ളത്. അതായത് ഒന്ന് സ്റ്റിമുലൻ്റ്, നമുക്ക് എനർജി തരുന്ന കാര്യം. മറ്റത് സൈക്കഡെലിക്, അതായത് ഹാലൂസിനേഷൻ, അതായത് നമ്മളെ വേറൊരു ലെവലിലോട്ടെത്തും. നമ്മൾ വേറൊരു ഹാലൂസിനേഷൻ കിട്ടും. നമ്മളല്ലാതായി തീരുന്നു. ഇത് കഴിക്കുന്നവർക്ക് ചിലപ്പോൾ ശരീരത്തിന് ഭാരം കുറഞ്ഞു തോന്നുന്ന പോലെ തോന്നും, വളരെ സന്തോഷമായിട്ട് തോന്നും, വേറൊരു ലോകത്തിലായിട്ട് തോന്നും. അതായത് നമ്മൾ എന്ത് കാര്യം സ്റ്റിമുലൻ്റ് ഉപയോഗിക്കുമ്പം ശരിയാണ് നമുക്ക് നല്ല എനർജറ്റിക് ആയിട്ട് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഈ സൈക്കഡെലിക് പാട്ട് കൊണ്ട് നമ്മളല്ലാതായി വേറൊരു ലോകത്തിലായിട്ട് നമ്മൾ കാണാത്ത കാര്യങ്ങൾ കാണും, കേൾക്കാത്ത കാര്യങ്ങൾ കേൾക്കും, അതുപോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഇപ്പം ഞാൻ MDMAയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പം ഈ MDMA എന്താണ് ചെയ്യുന്നത്, അതാണ് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ഇത് എടുക്കുമ്പം എന്താണ് സംഭവിക്കുന്നതെന്ന്. പിന്നെ അത് തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ പറയുന്നത്, ഇത് പല രൂപത്തിലും ഭാവത്തിലും നമ്മൾക്ക് കിട്ടും. പൗഡർ ഫോമിൽ കിട്ടും, അതുപോലെ തന്നെ ലിക്വിഡ് ഫോമിൽ കിട്ടും, ക്രിസ്റ്റലായിട്ട്, ടാബ്ലറ്റായിട്ട്, അങ്ങനെ പലതിൽ കിട്ടും. ഇതിന് ഒരു ക്ലിയർ സാധനമാണ്, കളറൊന്നുമില്ല. പിന്നെ പൗഡർ ആണെങ്കിൽ ഇത് എന്തിൽ വേണമെങ്കിലും നമുക്ക് മിക്സ് ചെയ്ത്. അപ്പം ഞാൻ കുട്ടികളോട് സംസാരിച്ചപ്പോൾ അവരുടെ വായിൽ നിന്ന് കേട്ടതാണ് സ്റ്റാമ്പ്. അതായത് സ്റ്റാമ്പ് എന്ന് പറയുമ്പോൾ പല സിമ്പിൾസിലാണ് ഇത് വരുന്നത്. സ്റ്റാറിൻ്റെ സിമ്പിളിൽ വരാം, പിന്നെ എന്തെങ്കിലും ഒരു പീസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പല സിമ്പിളിൽ ഇത് വരുന്നുണ്ട്. പിന്നെ ഇത് ക്ലിയർ ആയതുകൊണ്ട് നമുക്കിത് ഏത് ഐസ്ക്രീമിനകത്താണെങ്കിലോ അതുപോലെ തന്നെ ജ്യൂസിനകത്താണെങ്കിലോ ഒക്കെ കലക്കി ഇത് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പം എനിക്ക് കുട്ടികളോട് പറയാനായിട്ടുള്ളത്, നിങ്ങൾ പരിചയമില്ലാത്ത ഒരാളുടെ കയ്യിൽ നിന്ന് ഒരിക്കലും ഒരു കാര്യങ്ങളും, നിങ്ങൾക്കറിയത്തില്ല ജ്യൂസിനകത്ത് എന്താണുള്ളതെന്ന് പരിപൂർണമായിട്ട് അറിയാതെ നിങ്ങൾ ഒരിക്കലും ആരിൽ നിന്നും ഒന്നും സ്വീകരിക്കരുത്. പിന്നെ എപ്പോഴും നമ്മൾ എപ്പോഴും ആരുടെ കൂടെയാണ് നിൽക്കുന്നത്, നമ്മുടെ ഫ്രണ്ട്സ് ആരാണ്, നമ്മൾ ആരുടെയൊക്കെ കൂടെയാണ് വെളിയിൽ പോകുന്നത്, എവിടെയാണ്, എപ്പോഴാണ്, എങ്ങനെയാണ്, ഇതൊക്കെ നമ്മൾക്ക് വളരെ സൂക്ഷിക്കേണ്ട സമയമാണിപ്പോൾ. അപ്പം ഞാൻ തിരിച്ച് MDMAയിലോട്ട് വരുവാണ്. അതായത് MDMA എന്താണ് ചെയ്യുന്നത് ചോദിച്ചാൽ, നമ്മുടെ ബ്രെയിന് ഈ MDMA എടുത്തു കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്. അതായത് മെയിനായിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ സിറോറ്റിനിൻ, ഡോപ്പമിൻ, നോൺ എപ്രിനെഫ്രിൻ. ഇതൊക്കെ ഒരു ഹാപ്പി ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ ഹാപ്പിനെസ്, സന്തോഷം തരുന്ന ഹോർമോണാണ് ഡോപ്പമിൻ. അതുപോലെ തന്നെ സിറോറ്റിനും നോൺ എപ്രിനെഫ്രിനും ഇതൊക്കെ. അപ്പോൾ നമുക്ക് ഇതെല്ലാം നമ്മുടെ ശരീരത്തിലോട്ട് വരുമ്പോൾ നമുക്ക്, അതായത് ഈ MDMA എടുത്തു കഴിയുമ്പോൾ ഈ ഡോപ്പമിൻ്റെയും സിറോറ്റിനിൻ്റെയും അളവ് ക്രമാതീതമായിട്ട് അങ്ങ് ഉയരും. പിന്നെ നമ്മുടെ ബ്രെയിന് മറ്റൊരു കാര്യമുണ്ട്, അതായത് സിറോറ്റിന് റീടേക്ക് ഇൻഹിബിറ്റേഴ്സ് എന്നും പറഞ്ഞ് ഒരു പാത്വേ ഉണ്ട് നമ്മുടെ ബ്രെയിനിൽ. അതായത് നോർമലി നമ്മുടെ ശരീരത്തിൽ ബ്രെയിനിൽ നിന്ന് നമുക്ക് ന്യൂറോ ട്രാൻസ്മിറ്ററൊക്കെ കിട്ടി, പക്ഷെ നമ്മുടെ ബ്രെയിൻ ഒരു പരിധിയിൽ കൂടുതലാകുമ്പോൾ അത് റീടേക്ക് ചെയ്യും. അതായത് നമ്മുടെ ബ്രെയിൻ അറിയാം നമ്മുടെ ശരീരത്തിന്, ഓരോരുത്തരുടെ ശരീരത്തിനും എത്രത്തോളം ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ ആവശ്യമുണ്ടെന്ന്. അഥവാ എന്തെങ്കിലും കുഴപ്പമുള്ളവർക്ക് ചിലപ്പോൾ അല്ലാതെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് സംസാരിക്കാം. ഡിപ്രഷൻ, ആൻസൈറ്റിയിലൊക്കെ എന്താണ് സംഭവിക്കുന്നത് അത് ഞാൻ പിന്നീട് സംസാരിക്കാം. പക്ഷെ നോർമലായിട്ട് നമ്മുടെ ശരീരത്തിന് നമുക്ക് ഹാപ്പിനെസ്സിനും ഒക്കെ വേണ്ടിയുള്ള ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾക്ക് ആവശ്യമാണ്. അതിനൊരു പരിധിയുണ്ട്.
ആ പരിധിയിൽ കൂടുതൽ നമ്മൾക്ക് ആവശ്യമില്ല. നമ്മുടെ ശരീരത്തിന് എത്ര വേണമെന്ന് നമ്മുടെ ബ്രെയിൻ അറിയാം. അതനുസരിച്ചാണ് നമ്മുടെ ബോഡിയും ബ്രെയിനും ഫങ്ഷൻ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ MDMA എടുത്തു കഴിയുമ്പോൾ ഇത് സിറോറ്റിനിൻ്റെയും ഡോപ്പമിൻ്റെയും അതുപോലുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ അളവ്, മെയിനായിട്ട് സിറോറ്റിനിൻ, ഡോപ്പമിൻ അളവ് ക്രമാതീതമായിട്ട് അങ്ങ് കൂടും. കൂടിക്കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര എനർജറ്റിക് ആയിട്ട് തോന്നും. പിന്നെ ഭയങ്കര സന്തോഷം തോന്നും നമുക്ക്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിനൊരു ഹാലുസിനേജൻ സൈക്കഡെലിക് ഉണ്ടെന്ന്. അതുകൊണ്ട് നമ്മൾ ഈ വേൾഡ് എല്ലാം നമുക്ക് വേറെ, അതായത് നമുക്ക് ലൈറ്റൊക്കെ ബ്രൈറ്റ് ആയിട്ട് തോന്നും, എല്ലാം വളരെ മനോഹരമായിട്ട് തോന്നും. അതുപോലെ തന്നെ നമ്മൾ എല്ലാവരുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിട്ട്, ഭയങ്കര ലവിങ്, കെയറിങ്. ഇപ്പം നമ്മൾക്ക് വളരെ ഇതെടുക്കുന്നെന്ന് പറയുമ്പം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു ഫീലിങ്സാണിത്. അതുപോലെ തന്നെ ഞാൻ കേട്ടിട്ടുള്ള വണ്ണമുള്ള ആൾക്കാർക്കൊക്കെ ശരീരമൊക്കെ വളരെ ഭാരം കുറഞ്ഞതായിട്ട് തോന്നും, ഭയങ്കര എനർജറ്റിക് ആയിട്ട് തോന്നും. അതുകൊണ്ട് ഈ പാർട്ടിക്കൊക്കെ, അതായത് ഒരു ഡാൻസിങ്ങിനും അങ്ങനെയുള്ള പോകുന്നവർക്കൊക്കെ ഒരു മടുപ്പുമില്ലാതെ വളരെ മണിക്കൂറുകളോടെ ഡാൻസ് ചെയ്യാൻ പറ്റും. അതായത് ഇതിൻ്റെ എഫക്റ്റ് ഒരു കുറഞ്ഞത് 8 മുതൽ 12 മണിക്കൂർ വരെ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ അങ്ങ് നിൽക്കും. അപ്പം ഇതെടുത്ത് കഴിയുമ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. പക്ഷേ അതോടൊപ്പം ഓർക്കണം, ഇതാണ് ഇതിൻ്റെ നല്ല വശം. നല്ല വശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര എനർജറ്റിക് ആയിട്ട് തോന്നും, ഹാപ്പി ആയിട്ട് തോന്നും, എല്ലാത്തിനും എന്താ പറയുക, ഒരു സ്നേഹത്തോടെ എല്ലാവരെയും നോക്കും, സ്നേഹത്തോടെ പെരുമാറും. ഇതൊക്കെ തുടക്കത്തിൽ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഫീലിങ്സാണ്. പിന്നെ ഇതാണ് സംഭവിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ മറ്റൊരു വശം എന്താണ് സംഭവിക്കുന്നത്? നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞ് നമ്മൾ ഭയങ്കര ഹാപ്പിയായി, എല്ലാം നല്ലതായിട്ട് പോകുന്നു. പക്ഷേ ഈ 8 അല്ല 12 മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് സാവധാനം ഇതിൻ്റെ അളവ്, അതായത് ഈ നമ്മളെടുത്ത MDMAയുടെ എഫക്റ്റ് കുറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഓർക്കണം, ഇവിടെ നമ്മൾ 100 ഓട്ടിൽ ഇങ്ങനെ നിൽക്കുവാണ്, ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുവാണ്. ഇതിൽ നമ്മളിത് 0-ലോട്ട് അങ്ങ് പോവുകയാണ്. അപ്പം നമുക്ക് എന്ത് തോന്നും? നമുക്ക് ആ സിറോറ്റിനിൻ, ഡോപ്പമിൻ, അതാണ് നമ്മുടെ ഹാപ്പിനെസ് തന്നുകൊണ്ടിരുന്നത്, അതിൻ്റെ അളവ് നേരെ 0-ലോട്ട് പോകുന്നു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സാഡ് ഡൗൺ ഡിപ്രഷൻ, നമുക്ക് ഭയങ്കര സങ്കടം തോന്നും. പിന്നെ നമുക്ക് ഈ മരുന്ന് വേണം. പിന്നെ നമ്മൾക്ക് ഭയങ്കര ദേഷ്യം, അരിശം, എങ്ങനെയെങ്കിലും ഇത് കിട്ടാൻ വേണ്ടി നമ്മൾ നോക്കും. ഇതില്ലാതെ നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് ആരെങ്കിലും പറയുന്നതും എടുക്കുന്നതും എല്ലാം കുറ്റമാണ്. പക്ഷെ ഇതോടൊപ്പം തന്നെ നമ്മൾ ഈ മരുന്ന് എടുക്കുമ്പം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കാണാത്തത് കാണും, കേൾക്കാത്തത് കേൾക്കും. ഇങ്ങനെയുള്ളവർക്ക് പലർക്കും ഒരു ഇങ്ങനെ തുടർച്ചയായിട്ട് എടുക്കുമ്പോൾ ഒരു സൈക്കോട്ടിക് ഫീലിങ്സ് വരും. അതായത് കാണാത്തത് കാണുന്നതും കേൾക്കാത്തത് കേൾക്കുന്നതും, അതാണ് ഡ്രഗ് ഇൻഡ്യൂസ്ഡ് സൈക്കോസിസ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് പിന്നെ അതോടൊപ്പം തന്നെ പാരനോയ്യ, എല്ലാത്തിനെയും പേടിയോടെ നോക്കും. ആരെങ്കിലും നോക്കുവാണെങ്കിൽ അവൻ എന്നെ ഫോളോ ചെയ്യുന്നു, അവൻ എന്നെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് അകാരണമായ ഭയം. ഈ മരുന്ന് MDMA ശരീരത്തിലുള്ളപ്പം ഒക്കെ ഇങ്ങനത്തെ ഫീലിങ്സ് ഉണ്ട്. പക്ഷേ എന്നാലും ആ ഹാപ്പിനെസ്സിനകത്ത് ഇതൊക്കെ അങ്ങോട്ട് മുഴുകി അങ്ങ് മാസ്ക് ആയിട്ടിരിക്കും. പക്ഷെ അതങ്ങ് ഡ്രോപ്പ് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയുള്ള ഫീലിങ്സ് കൂടുതലായിട്ട് വരും. അപ്പം നമുക്ക് നമ്മുടെ പേരൻസിനെ ആണെങ്കിലും നമ്മുടെ ഫ്രണ്ട്സിനെ ആണെങ്കിലും ടീച്ചേഴ്സിനെ എല്ലാവരെയും സംശയം, ആരെങ്കിലുമൊക്കെ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത് പോലെ തോന്നും. ഇങ്ങനെയുള്ള ആൾക്കാർ പലപ്പോഴും പല ആയുധങ്ങളുമായിട്ടുമാണ് നടക്കുന്നത്, പേടി കൊണ്ട്. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇവർ ഡ്രഗ് എടുത്തു, അതിൻ്റെ എഫക്റ്റ് കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സാഡ് ഡൗൺ ഡിപ്രസ്ഡായി. പിന്നെ അവർ മരുന്നെടുക്കാൻ നോക്കും. അപ്പം ഓർക്കണം, ഒരു നോർമലായിട്ടിരുന്ന ആളാണ് ഈ മരുന്നെടുത്തത്, ഒരു കുഴപ്പവുമില്ലായിരുന്നു. അപ്പം മരുന്നെടുത്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പിനെസ്, അതായത് ഡോപ്പമിൻ വന്ന് പിന്നെ നമ്മുടെ ബ്രെയിൻ നോക്കുന്നത് ഈ ഹാപ്പിനെസ് ഇനി എനിക്ക് എങ്ങനെ കിട്ടും. അപ്പം പിന്നെയും നമ്മൾ ഈ മരുന്നെടുക്കാൻ നോക്കുമ്പോൾ മറ്റൊരു കാര്യവും കൂടെ ഉണ്ട്. നമ്മൾ ആദ്യം എടുത്തത് ഒരു ചെറിയൊരു എമൗണ്ട് ആയിരിക്കും, അതുകൊണ്ട് നമുക്ക് നല്ല ഹാപ്പിനെസ് കിട്ടി. പക്ഷേ അടുത്ത പ്രാവശ്യം അത്രയോ ഹാപ്പിനെസ് കിട്ടാൻ അതിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ എടുക്കണം. അങ്ങനെ ഓരോ പ്രാവശ്യവും കൂടുതൽ എടുക്കണം, ആ ആദ്യത്തെ പ്രാവശ്യം കിട്ടിയ ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടി. പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ നമ്മൾക്ക് നോർമലായിട്ടിരിക്കണമെങ്കിൽ ഈ ഡ്രഗ് വേണം. ഇതില്ലാതെ നമ്മൾ നോർമലായിട്ടിരിക്കത്തില്ല. പിന്നെ ഇതെടുക്കുമ്പം നമ്മളെപ്പോഴും നമ്മുടെ ബ്രെയിൻ ഈ ഹാപ്പിനെസ് ഇനി എനിക്ക് എങ്ങനെ കിട്ടും, അടുത്ത ഡോസ് മരുന്ന് എങ്ങനെ കിട്ടും. അഥവാ നമുക്ക് ജീവിതത്തിൽ നമ്മുടെ മാതാപിതാക്കളോട് ഒപ്പം, നമ്മുടെ ഭാര്യമാരോടോ ഭർത്താക്കന്മാരോടോ കുട്ടികളോടോ ഫ്രണ്ട്സിനോടോ ഒക്കെ ആ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ, പഠിച്ച് നല്ല മാർക്ക് മേടിച്ച് ഒക്കെ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, ആ ഹാപ്പിനെസ് ഒന്നും ഇതിൻ്റെ മുമ്പിൽ ഒന്നുമല്ല. അതെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മറ്റെന്തും
പണ്ട് നമ്മൾ സന്തോഷിച്ചിരുന്ന പല കാര്യങ്ങളും പിന്നെ നമ്മൾക്ക് ജീവിതത്തിൽ അതൊന്നും ഒരു ഹാപ്പിനെസ് തരത്തില്ല. നമുക്ക് ഈ മരുന്ന് മാത്രം, അതായത് ഈ MDMA ആണ് നമ്മൾക്ക് ഹാപ്പിനെസ്. അത് കിട്ടാൻ വേണ്ടി നമ്മൾ എന്തും ചെയ്യാനായിട്ട് അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മളെത്തും. പിന്നെ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യം ഈ മരുന്ന് കിട്ടുക, അത് മാത്രമാണ്. പക്ഷെ നിങ്ങളപ്പം വിചാരിക്കില്ല, ഓ ഈ മരുന്ന് കിട്ടി ഹാപ്പിനെസ് ആയിട്ടിരുന്നല്ലോ, പിന്നെ ഇപ്പം എന്താ കുഴപ്പമെന്ന്. പക്ഷെ അതല്ല. ഇപ്പോൾ ഓർക്കണം, നമ്മൾ ഈ മരുന്നെടുത്ത് നമ്മുടെ ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ, അതായത് ഡോപ്പമിനും സെറോറ്റിനും ഓൾറെഡി ഈ മരുന്നിനോട് കൂടി എക്സ്ട്രാ നമ്മുടെ ബോഡി ഉപയോഗിക്കുവാണ്. അങ്ങനെ ഉപയോഗിച്ച് നമ്മുടെ ബ്രെയിനും ഒരു കപ്പാസിറ്റി ഉണ്ട്. ഇത് കുറച്ച് നാൾ കഴിയുമ്പം ബ്രെയിന് തന്നെ ഇത് ഫങ്ഷൻ ചെയ്യാൻ പറ്റാതെയാകും. അതായത് നമുക്ക് തന്നെ ഈ ന്യൂറോ ട്രാൻസ്മിറ്ററിൽ തന്നെ ഒരു ഇംബാലൻസ് വരും. അപ്പം അത് ഒരു വശം. മറ്റൊരു വശം എന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് പറഞ്ഞല്ലോ ഞാൻ, കാണാത്തത് കാണും, കേൾക്കാത്തത് കേൾക്കും. ഇങ്ങനെ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് സൈക്കോസിസായി നമ്മളൊരു ഡിറ്റാച്ച്മെൻറ്റ് ഫീലിങ്സിലായി, നമ്മൾ റിയാലിറ്റി ആയിട്ട് നമ്മൾക്കൊരു ബന്ധവുമില്ല, നമ്മൾ വേറെ ലോകത്താണ്. നമുക്ക് പലപ്പോഴും കാണാം, പണ്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ മുഴുവട്ടായിട്ട് ആൾക്കാർ വഴിയിൽ കൂടെ തന്നെ പുറപുറത്ത് സംസാരിച്ച് ചിരിച്ച് നടക്കുന്നത്? ഇപ്പോൾ നമുക്ക് കാണാം സൈക്കോസിസ് ഉള്ള പേഷ്യൻസ്, അവർ നന്നായിട്ട് മരുന്നൊന്നും എടുത്തില്ലെങ്കിൽ, ഇതൊക്കെ മരുന്നെടുത്താൽ കറക്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ, ഒന്നും എടുത്തില്ലെങ്കിൽ അവർക്ക് വരുന്ന അവസ്ഥ. ഇതുപോലെ തന്നെ നമ്മൾ ഈ MDMA എന്നല്ല, പല ഡ്രഗ്സുകളും കണ്ടിന്യൂസ് ആയിട്ട് എടുത്താൽ നമുക്ക് ഡ്രഗ് ഇൻഡ്യൂസ്ഡ് സൈക്കോസിസ് വരും. അതൊരു കാര്യം. പിന്നെ സിവിയർ ഡിപ്രഷൻ, അതായത് ഈ മരുന്ന് ശരീരത്തില്ലാത്ത സമയത്ത് ആവശ്യമില്ലാത്ത ആൻസൈറ്റി, ഭയങ്കര നിരാശ, ഡിപ്രഷൻ, ആൻസൈറ്റി. ഇത് കിട്ടാതിരിക്കുമ്പോഴും കിട്ടിക്കഴിയുമ്പോഴും നമ്മൾ കുറേ നാൾ എടുത്തു കഴിയുമ്പോൾ ഈ മരുന്നിന് തരുന്ന ഹാപ്പിനെസ്സിനും ഒരു ലിമിറ്റുണ്ട്. നാളുകൾ കഴിയും തോറും നമ്മൾ എത്ര മരുന്നെടുത്താലും നമുക്ക് ഈ ഹാപ്പിനെസ് കിട്ടും. നമ്മൾ സിവിയർ ഡിപ്രഷനിലും ആൻസൈറ്റിയിലും ആകും. അതുപോലെ തന്നെ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് സൈക്കോസിസും വരും. ഇത് മാനസികമായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഈ പാരനോയിയ വന്ന് നമ്മളെ തന്നെ വിശ്വാസമില്ലാതാകും. മറ്റുള്ളവരെ വിശ്വാസമില്ല, നമ്മളെയും വിശ്വാസമില്ല. അങ്ങനെ പേടിപ്പെടുത്തുന്ന ഒരവസ്ഥയിലായിരിക്കും നമ്മളെ ജീവിതം. പിന്നെ നമ്മൾക്ക് മറ്റുള്ളവരെ വിശ്വാസമില്ല, മറ്റുള്ളവരെ ചിലപ്പം ബന്ധങ്ങൾ തന്നെ മനസ്സിലാക്കാനായിട്ട് കഴിവില്ലാതെയാകും. അമ്മമാരെയും പെങ്ങന്മാരെയും തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയിൽ നമ്മളെത്തും. പിന്നെ ഇത് ഒരു കാര്യം. പിന്നെ നമ്മുടെ ശരീരത്തെ ഇതെങ്ങനെ അഫക്റ്റ് ചെയ്യും? ഇതിനകത്ത് സ്റ്റിമുലൻ്റ് ആണ്. സ്റ്റിമുലൻ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇതാണ്, നമ്മുടെ ഹാർട്ട് റേറ്റ് കൂട്ടും, നമ്മുടെ ബ്ലഡ് പ്രഷർ കൂട്ടും. അങ്ങനെ നമ്മുടെ ഹാർട്ടിന് ഒത്തിരി വർക്ക് ലോഡ് വരുവാണ്, സഡൻ ഹാർട്ട് അറ്റാക്ക്. എനിക്ക് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം ഈ ഇടയായിട്ട് നമ്മൾ കോവിഡിനെ പഴി പറയുവാണ്. ഈ ഇടയായിട്ട് എത്ര മരണങ്ങളാണ് നടക്കുന്നത്. ഉറക്കത്തിൽ ആൾക്കാർ ഹാർട്ട് അറ്റാക്കിലൂടെ മരിച്ചു പോകുന്നു. പെട്ടെന്ന് ഓടി നടക്കുന്ന ഒരു പയ്യൻ വീണ് മരിക്കുന്നു. നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ളവർക്കൊക്കെ പല ടെസ്റ്റുകൾ ചെയ്യുമെങ്കിലും എനിക്ക് തോന്നുന്നില്ല യൂറിൻ ടെസ്റ്റ് ചെയ്യണമെന്ന്. ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള മരണത്തിലൊക്കെ പറ്റുമെങ്കിൽ യൂറിൻ ടെസ്റ്റ് ചെയ്യണം. കാരണം അതിനകത്ത് ഒരുപക്ഷെ ഇതുപോലത്തെ ഡ്രഗ് പോസിറ്റീവ് ആയിരിക്കാം. ഇങ്ങനെ ഡ്രഗ് എടുക്കുന്നവർക്ക് ഈ ഹൈപ്പർ ടെൻഷൻ കൊണ്ടും അതുപോലെ തന്നെ ഹാർട്ട് റേറ്റ് കൂടുന്നത് കൊണ്ടും നമ്മൾക്ക് പലർക്കും, ഇങ്ങനെ എടുക്കുന്നവർക്ക് പലർക്കും സഡൻ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, ഇങ്ങനെയുള്ള കാർഡിയാക് അസുഖത്തിന് കാരണമാകുന്നു. ഇതൊരു കാരണമാണ്. മറ്റൊരു കാരണം, ഇത് കിഡ്നിയെ കാരണം എടുക്കുന്ന എല്ലാ മരുന്നും എക്സ്ക്രീറ്റ് ചെയ്യുന്നത് കിഡ്നി വഴിയാണല്ലോ. കിഡ്നി ഡാമേജ്, ലിവർ ഡാമേജ്, അങ്ങനെ. അതുപോലെ തന്നെ ഈ മെത്ത് എടുക്കുന്ന അവരുടെ പല്ല് നമുക്ക് കാണാം. ആ പല്ല് തന്നെ ഇങ്ങനെ അഴുകി അൾസറായിട്ടിരിക്കുന്ന കാണാം. അങ്ങനെ. അപ്പം ഇത് നമ്മുടെ കുട്ടികളോട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഈ മെത്ത് അംഫിറ്റാമിൻ എന്ന് പറയുന്നത് ഒരു കൊടും വിഷമാണ്. MDMA അത് കൊടും വിഷമാണ്. അതിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതുകൊണ്ടാണ് കുട്ടികളെ നിങ്ങളോട് എടുക്കരുതെന്ന് പറയുന്നത്. ഒരു ഡോസ് എടുക്കുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ കൂടുമ്പം ഇതൊരു പാർട്ടി ഡ്രഗായിട്ട് വരുന്നുണ്ട്. പാർട്ടിയിൽ എനർജറ്റിക് ആയിട്ട് ഡാൻസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. പക്ഷേ നിങ്ങളുടെ കുട്ടികളോട് പറഞ്ഞാൽ, ഒരു ഡോസ് എടുക്കുമ്പം നീ നോർമലായിട്ട് നിൽക്കുവാണ്, നീ ഒരു ഡോസ് എടുത്ത് കഴിയുമ്പോൾ നിനക്ക് ആ ഹാപ്പിനെസ് കിട്ടി. പക്ഷേ ഇവൻച്വലി നിനക്ക് ഇതില്ലാതെ നോർമലായിട്ടിരിക്കാൻ പറ്റാതെയാകും. നിനക്കും നിൻ്റെ നാടിനും നിൻ്റെ കുടുംബത്തിനും ആർക്കും ഒന്നും കൊള്ളാത്തവനാകും. നമ്മുടെ
തലമുറ, നാളെയുടെ തലമുറയല്ലേ നമ്മുടെ വളർന്നു വരുന്ന തലമുറയല്ലേ നമ്മുടെ നാളത്തെ വാഗ്ദാനങ്ങൾ. അപ്പം നമ്മുടെ കുട്ടികൾ ഇതൊക്കെ ഉപയോഗിച്ചാൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കും? ഞാൻ ഇങ്ങനെ കുട്ടികളെ കാണുന്നത് കൊണ്ട് ഞാൻ തുടർച്ചയായിട്ട് പല കുട്ടികളും ഇങ്ങനെ പല ഡ്രഗ്സ് ഉപയോഗിക്കുന്ന കുട്ടികളെ ഞാൻ കാണുന്നതാണ്. പക്ഷേ എനിക്ക് മാതാപിതാക്കളോട് പറയാനായിട്ടുള്ളത്, ഇങ്ങനെ മരുന്നെടുക്കുന്ന കുട്ടികളെ നമ്മൾ ഒരിക്കലും ഐസൊലേറ്റ് ചെയ്യരുത്. എന്തെങ്കിലും കാരണത്താൽ പിയർ സപ്പോർട്ട് കൊണ്ടോ, നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പം നീ ഇതെടുത്തില്ലെങ്കിൽ നീ എൻ്റെ ഫ്രണ്ട് അല്ല, അങ്ങനെ ഒരു സ്വന്തമായിട്ട് നിൽക്കാൻ പറ്റാത്ത ചില കുട്ടികൾ കാണുമായിരിക്കും. പിന്നെ ഒരു തമാശയ്ക്ക് വേണ്ടിയും അങ്ങനെ പല രീതിയിൽ എങ്ങനെയെങ്കിലും രീതിയിൽ നമ്മുടെ കുട്ടികൾ ആരെങ്കിലും ഇതൊക്കെ എടുക്കാൻ തുടങ്ങിയായിരിക്കാം. നമ്മൾ മാതാപിതാക്കളായ നമ്മൾ കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കണം. അങ്ങനെയൊന്നും സംഭവിച്ചെങ്കിൽ തെറ്റാർക്കും സംഭവിക്കാം. അതിൽ നിന്ന് ഇപ്പോൾ നമുക്കിതിനെല്ലാം ട്രീറ്റ്മെൻ്റ് ഉണ്ട്. നമ്മൾ കറക്റ്റായിട്ട് ഇപ്പം തുടങ്ങിയതേ ഉള്ളെങ്കിൽ തെറാപ്പി കൊണ്ടൊക്കെ മാറ്റാം. പക്ഷെ അതല്ല, അതിൽ കൂടുതൽ ലെവലാണെങ്കിൽ നമ്മൾക്ക് അത് തെറാപ്പി കൊണ്ട് മാത്രം മാറിയെന്ന് വരത്തില്ല. അഡിക്ഷൻ സെൻറ്ററിലൊക്കെ അഡ്മിറ്റായിട്ട് ഒരു റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമിലൊക്കെ അറ്റൻഡ് ചെയ്ത് അവർക്ക് പിന്നീട് തിരിച്ച് നോർമലായിട്ട് ജീവിക്കാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ഒരിക്കൽ ഡ്രഗ് ഉപയോഗിച്ചു എന്ന് വിചാരിച്ച് ആ ലേബലിൽ നമ്മൾ അവരെ അങ്ങനെ തള്ളിക്കളയരുത്. നമ്മൾ ഒരുമിച്ച് കൂടി നമ്മുടെ കുട്ടികളുടെ നല്ല ഭാവിക്കായിട്ട് അതിനു വേണ്ടിയാണ് നമ്മൾ ഒത്തൊരുമിച്ച് വർക്ക് ചെയ്യേണ്ടത്. അതിന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതാണ് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ട സമയം. ഇപ്പം നാട്ടിൽ മൊത്തം എവിടെ നോക്കിയാലും മയക്കുമരുന്ന് പിടിക്കുന്നു, അങ്ങനെ നടക്കുന്നു, ഇങ്ങനെ പലതും നടക്കുന്നു. പക്ഷേ നമ്മൾ ഗവൺമെൻറ്റിനെ കുറ്റം പറയുന്നു, സ്കൂളിനെ കുറ്റം പറയുന്നു, അല്ലെങ്കിൽ നമ്മുടെ സിനിമയെ കുറ്റം പറയുന്നു. ഇങ്ങനെ എല്ലാവരുടെ മേലും കുറ്റം പറയാതെ ഓരോരുത്തരും എനിക്കെന്ത് ചെയ്യാൻ പറ്റും, ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ഇപ്പം സ്കൂളിൽ പഠിപ്പിക്കട്ടെ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും പഠിപ്പിക്കട്ടെ എന്നല്ല. നമ്മുടെ കുടുംബത്തിൽ നമ്മൾ അപ്പനും അമ്മയും മക്കളും ഒത്തൊരുമിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് സംസാരിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. പണ്ട് നമ്മൾ മയക്കുമരുന്ന് അങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി ആരും സംസാരിക്കത്തില്ല. അത് മാറ്റിയെടുക്കേണ്ട സമയമായി. ഇത് നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഇവിടെ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുവാണ്. ഇതിനെ നമ്മുടെ വീട്ടിനകത്തോട്ട് കടക്കാതിരിക്കാൻ, നമ്മുടെ കുഞ്ഞുങ്ങളിലോട്ട് എത്താതിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതാണ് നമ്മൾ നോക്കേണ്ടത്. കുട്ടികളോട് പറഞ്ഞ അസ്വാഭാവികമായിട്ട് എന്ത് കണ്ടാലും അത് റിപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ സ്വാഭാവികമായിട്ട് എന്ത് കിട്ടിയാലും അത് കഴിക്കരുത്. പിന്നെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലും അതുപോലെ തന്നെ കുട്ടികൾ ഇടപഴകുന്ന ഓരോരുത്തരുടെ ഇടയിലും എപ്പോഴും മാതാപിതാക്കൾക്കും ഒരു കണ്ണുണ്ടാകണം. നിൻ്റെ കുട്ടി എവിടെയാണ് പോകുന്നത്, ആരൊക്കെയായിട്ടാണ് ഇടപഴകുന്നത്, ഇങ്ങനെയൊക്കെ നമുക്ക് ഒത്തൊരുമിച്ച്, അതായത് മാതാപിതാക്കളും ടീച്ചേഴ്സും ഗവൺമെൻറ്റും നമ്മൾ ഓരോരുത്തരും ഒത്തൊരുമിച്ച് നമ്മുടെ നല്ലൊരു നാളേക്ക് വേണ്ടി ഡ്രഗ് ഫ്രീ ആയിട്ടുള്ള ഒരു കേരളത്തിന് വേണ്ടി നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് വർക്ക് ചെയ്യാം. ഇനി അടുത്തൊരു വീഡിയോയായിട്ട് ഞാൻ വരുന്നതായിരിക്കും. നമുക്കെങ്ങനെ കണ്ടുപിടിക്കാം എൻ്റെ കുട്ടി ഇത് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ, അതോ എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ ആരെങ്കിലും ഇത് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ, ഇതെങ്ങനെ മനസ്സിലാക്കാം? അങ്ങനെ ഒരു വീഡിയോയുമായിട്ട് ഞാൻ അടുത്തതായിട്ട് വരുന്നതായിരിക്കും. ഇതേപ്പറ്റിയുള്ള നിങ്ങളുടെ കമൻസ് ഇടുമല്ലോ. അതായത് MDMA, അതിന് പറയുന്നത് 3,4 മിഥൈൽ ഡിയോക്സി മെത്തംഫിറ്റാമിൻ. അപ്പം എനിക്കൊരു ചോദ്യം, അതിനകത്ത് 3,4 എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് നോക്കി അതിൻ്റെ ആൻസർ പറയാമോ? നമ്മൾക്കിതൊരു എഡ്യൂക്കേഷൻ രീതിയിലായിട്ട് നമ്മൾക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാം. ഇനി നമ്മൾ മറച്ചു വെക്കേണ്ട സമയമല്ലിത്. ഇതേപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുക. പക്ഷെ പോകുന്നതിന് മുമ്പ് ഞാൻ പറയുവാണ്, നിങ്ങൾ ഇതേപ്പറ്റിയൊക്കെ റിസർച്ച് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും, അയ്യോ ഇത് അത്രയ്ക്ക് കുഴപ്പമൊന്നുമല്ല, ഇത് തുടങ്ങിയ സമയത്ത് ഇത് ആൻസൈറ്റി, ഡിപ്രഷൻ, PTSD, അതായത് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, ഇങ്ങനെയുള്ള അസുഖത്തിനൊക്കെ ഉപയോഗിച്ചാൽ നല്ലതാണല്ലോ, ഇത് സെറോറ്റിനാണല്ലോ, ഡോപ്പമിൻ ആണല്ലോ, അപ്പം നിങ്ങളുടെ ആൻസൈറ്റിയും ഡിപ്രഷനൊക്കെ പോകുമല്ലോ, അപ്പം മറ്റ് മരുന്നുകളെക്കാളൊക്കെ നല്ലതല്ലേ, ഇതൊരു ചെറിയ ഡോസ് എടുത്താൽ മതിയല്ലോ എന്ന് എൻ്റെ പേഷ്യൻസ് എന്നോട് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്കും അങ്ങനെ സംശയമുണ്ടെങ്കിൽ ഞാൻ പറയാം,
അത് ശരിയായ ഒരു നടപടിയല്ല. ഏത് അസുഖത്തിനും എന്ത് ട്രീറ്റ്മെൻറ്റും സ്വയമായിട്ട് ചെയ്യുന്നത് നല്ലതല്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ MDMA എന്ന് പറഞ്ഞ് നമുക്ക് സ്ട്രീറ്റിൽ കിട്ടുന്നത് പലപ്പോഴും കറക്റ്റായിട്ടുള്ള ആ 3,4 മീഥൈൽ ഡിയോക്സി മെത്തംഫെറ്റാമിൻ കണ്ടൻ്റ് ആയിരിക്കത്തില്ല. അത് എല്ലാം മറ്റ് പല കാര്യങ്ങളും മിക്സ് ചെയ്തതാണ്. എനിക്ക് അറിയാവുന്ന പല പേഷ്യൻസും ഇതെടുത്തിട്ട് മറ്റ് പല സിംറ്റംസുമായിട്ട് വരാറുണ്ട്. അപ്പോൾ അവർ തന്നെ പറയും, ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും അത് ഓരോ പ്രാവശ്യവും വ്യത്യസ്ത ഫീലിങ്സാണ്. കാരണം നമുക്ക് മെഡിക്കേഷൻ, അതായത് ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിന് എപ്പോഴും അതിൻ്റെ റിസർച്ചും സ്റ്റഡീസും നടത്തി അതിനുശേഷം, അത് മൃഗങ്ങളിലും മനുഷ്യരിലും സ്റ്റഡീസ് നടത്തിയതിന് ശേഷമാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റിനായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരിക്കലും ഒരു സ്റ്റഡീസ് നടത്തുന്നില്ല. ഇതിനകത്തെ കണ്ടൻറ്റ് എന്തൊക്കെയാണെന്ന് നമ്മൾക്ക് ആർക്കും അറിയത്തില്ല. അത് ഉണ്ടാക്കുന്ന ഒരാൾ ഒരിക്കലും നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന ആളല്ല. ഇത് ഓരോ പ്രാവശ്യം ഓരോ ഹിറ്റ് എടുക്കുമ്പോഴും കൂടുതൽ ഹാപ്പിനെസ് തരാൻ വേണ്ടി അവർ കിട്ടുന്ന സാധനങ്ങളെല്ലാം, അതായത് നമ്മളിപ്പോൾ സ്ട്രീറ്റിൽ ഇതിൻ്റെ പേര് നോക്കുവാണെങ്കിൽ സ്പീഡ്, മോളി, പാർട്ടി ട്രക്ക്, ഹഗ് ട്രക്ക്, അങ്ങനെ ഒത്തിരി പേരുകൾ നമുക്ക് കാണാം. ഇതിനകത്ത് മെയിനായിട്ട് കഫീൻ മിക്സ് ചെയ്യാറുണ്ട്, പിന്നെ മെത്തംഫെറ്റാമിൻ്റെ എമൗണ്ട് കൂട്ടാറുണ്ട്, പിന്നെ ചിലരൊക്കെ ആണെങ്കിൽ ബാത്ത് സോൾട്ട്, അങ്ങനെ പല കാര്യങ്ങൾ ഇതിനകത്ത് മിക്സ് ചെയ്യാറുണ്ട്. എന്തൊക്കെ മിക്സ് ചെയ്യുന്നെന്ന് നമ്മൾക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മൾ സ്ട്രീറ്റിൽ നിന്ന് എടുക്കുന്ന ഒരു മരുന്നും ഒരിക്കലും നമ്മുടെ ട്രീറ്റ്മെൻറ്റ് പർപ്പസിനായിട്ട് ഉപയോഗിക്കരുത്. അത് സേഫ് അല്ല. പിന്നെ ഏത് മരുന്നെടുത്താലും ഒരു മെഡിക്കൽ പ്രൊവൈഡറുടെ ഹെൽപ്പ് ആവശ്യമുണ്ട്. അവരുടെ അണ്ടർ സൂപ്പർവിഷൻ ഇല്ലാതെ ഒരിക്കലും നിങ്ങളൊരു ട്രീറ്റ്മെൻറ്റും എടുക്കരുത്, പ്രത്യേകിച്ചും മാനസിക ആരോഗ്യത്തിന്. അതാണ് എനിക്ക് നിങ്ങളോട് ലാസ്റ്റായിട്ട് പറയാനായിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകരമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതേപ്പറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഞാൻ കുട്ടികളോട് പ്രത്യേകിച്ച് പറയുന്നു, നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ഉപയോഗിക്കരുത് എന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ടാണ് ഉപയോഗിക്കരുത് എന്ന് മനസ്സിലാക്കി മുമ്പോട്ട് പോവുക. നിങ്ങളുടെ ഭാവി നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതം ഒരു മയക്കുമരുന്നിൻ്റെ അടിയറവ് വെക്കരുത്. ആകെ ഒരു ജീവിതമല്ലേ, ഈ ലോകം എത്ര സുന്ദരമാണ്, എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ നേടാനുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ എൻജോയ് ചെയ്യാനുണ്ട്. അതൊന്നുമില്ലാതെ ഈ ഒരു മയക്കുമരുന്ന് ഇതിൻ്റെ എൻജോയ്മെൻറ്റിന് പുറകെ നിങ്ങൾ പോകരുത് പ്ലീസ്. ഇത് നിങ്ങൾക്ക് ഉപകാരമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.